അല്ല, സംഭവിച്ചത് ഞങ്ങൾ വൈകുന്നേരം 7:15 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ടത്. അത് ഡിലേ ആണെന്ന് പറഞ്ഞ് 8:15 ടേക്ക് ഓഫ് ചെയ്തത്. 8:15 ടേക്ക് ഓഫ് ചെയ്ത് ഒരു 9:20 ആകുമ്പോൾ 9:15 9:20 ആകുമ്പോൾ ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. സിഗ്നൽ ഫെയിലിയർ എന്തോ ഉണ്ട്. ആ ഫെയിലിയറിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പം ഡൽഹിയിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെന്നൈയിൽ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ATC ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. ചെന്നൈ എയർപോർട്ടിലെ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ചെന്നൈയിൽ ലാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ 1 മണിക്കൂറോളം വിമാനം അവിടെ പറക്കുമായിരുന്നു. പിന്നെ ആ 1 മണിക്കൂറിൽ അരമണിക്കൂറോളം ചെന്നൈയിൽ തന്നെ വട്ടമിട്ട് പറക്കുമായിരുന്നു, ചെന്നൈ എയർപോർട്ടിൻ്റെ മുകളിൽ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണല്ലോ അത്. പിന്നെ അത് വിമാനം പൊങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, അത്ര ഉയരത്തിലാണ് സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ പൂർണ്ണമായ സാങ്കേതികത്വമൊന്നും യാത്രക്കാർക്കും എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ലാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നതിനൊരു 30 സെക്കൻഡ് മുമ്പേ വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ അത് ക്യാപ്റ്റൻ തന്നെയാണ് അനൗൺസ് ചെയ്തത് റൺവേയിൽ വേറൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് എയർ ഇന്ത്യ നിഷേധിച്ചതായിട്ട് ഞാൻ കണ്ടു. അത് അങ്ങനെ റൺവേയിൽ ഫ്ലൈറ്റ് ഇത് അനൗൺസ് ചെയ്തത് വേറെ ആരുമല്ല, ക്യാപ്റ്റനാണ് അനൗൺസ് ചെയ്തത് റൺവേയിലൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഒരു സംഭവം ഉണ്ടായാൽ അതിനെ കവറപ്പ് ചെയ്യലല്ലോ അവർ വേണ്ടത്, അവരന്വേഷിക്കട്ടെ. എടുത്തപ്പോൾ എനിക്ക് ഇത് പിന്നെ അത് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞങ്ങൾ ലാൻഡ് ചെയ്തത്. സേഫ് ലാൻഡിങ് ആയിരുന്നു. വെച്ചാൽ ആ ഒരു ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന തൊട്ട് മുമ്പാണ് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആളുകളിൽ ഭീതി ഉണ്ടായി, ഇതെന്താ നടക്കുന്നത്. അപ്പോൾ ഇത് അവർ സുരക്ഷാ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ജാഗ്രത പുലർത്തേണ്ട ആവശ്യകതയുണ്ട്. വിമാനം തിരുവനന്തപുരത്ത് നിന്ന് ചെക്ക് ചെയ്യുമ്പം എഞ്ചിനീയേഴ്സ് ഈ സിഗ്നൽ ഫെയിലിയർ ഒന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ലേ? അല്ല, അതിനെക്കുറിച്ച് പറയേണ്ട ആളല്ല ഞാൻ. അത് ഇപ്പം ഞാൻ ഇന്നലെ തന്നെ ആ സംഭവം ഫ്ലൈറ്റിൽ കഴിഞ്ഞ ഉടനെ തന്നെ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ DGCയെ വിളിക്കുകയുണ്ടായി. DGC ആണല്ലോ സുരക്ഷാ കാര്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അതനുസരിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് അവർ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കട്ടെ. ഞാനത് ട്വീറ്റ് ചെയ്തപ്പോൾ ബ്ലണ്ടായിട്ട് അവർ നിഷേധിക്കുകയാണ്, അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിട്ടില്ല. ഇത് പറഞ്ഞത് വേറെ ഒന്നുമല്ല, ക്യാപ്റ്റൻ തന്നെ പറഞ്ഞത്. റൺവേ ക്ലിയർ അല്ല എന്നാണോ അതോ വേറെ ഫ്ലൈറ്റ് ഉണ്ടെന്ന് തന്നെയാണോ ക്യാപ്റ്റൻ? വേറെ ഫ്ലൈറ്റ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞത്. അത് കേട്ടതല്ലേ, ഞങ്ങൾ മറ്റ് MP മാരുണ്ടായിരുന്നു, മറ്റ് യാത്രക്കാരുണ്ടായിരുന്നു, നമ്മുടെ ജ്യോതിലാലുണ്ടായിരുന്നു, ചോദിച്ചു നോക്കി അറിയില്ലേ നമ്മളതിനെ കള്ളം പറയുന്നത്. അല്ല, ഞാനത് ട്വീറ്റിൽ അവരെ ഇത് ചെയ്തിട്ടുണ്ട്. എന്തായാലും DGC അപ്പോൾ തന്നെ വിളിച്ചു. അല്ല, കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ DGCയെ വിവരം അറിയിച്ചു, ഈ കാര്യങ്ങൾ വിവരം അറിയിച്ചു. ഞാൻ പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് പുട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് MP മാർ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നിഷേധിക്കുക, അങ്ങനെ നിഷേധിച്ചത് അവർക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഈ കാര്യം അന്വേഷിക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ.